ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം FY UGP ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. FY UGP മീൻസ് 4-year ഡിഗ്രി പ്രോഗ്രാം ആണ് ഇപ്പൊ കറന്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് സെമസ്റ്ററിന്റെ പേപ്പേഴ്സും ഇപ്പോഴത്തെ 4-year ഡിഗ്രിയിലുള്ള ഫസ്റ്റ് സെമസ്റ്ററിന്റെ പേപ്പേഴ്സിനും വലിയ തോതിൽ തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പേപ്പേഴ്സ് ബികോമിന് ഉണ്ടായിരുന്നത് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതേപോലെ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ 2 ഇംഗ്ലീഷിന്റെ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ്. അങ്ങനെ ഈ 5 പേപ്പേഴ്സ് ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ FY UGPയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട്, അതായത് നമ്മളെ മേജർ പേപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ദെൻ നമുക്ക് ഉണ്ടാവുക 2 മൈനർ പേപ്പേഴ്സ് പഠിക്കാനായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു MDC ഉണ്ടാവും, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ആണ് ഉണ്ടാവുക. ഇനി ഇന്റേണൽ മാർക്സിനെയും എക്സ്റ്റേണൽ മാർക്സിനെയും ഒക്കെ പറ്റിയിട്ട് ഒന്ന് പറയാം. ഇന്റേണൽ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൽ ടീച്ചേഴ്സ് നിങ്ങളെ ഇന്റേണലി അസസ് ചെയ്തിട്ട് അതിന് തരുന്ന മാർക്സ് ആണ്. അതായത് അതിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ്, സെമിനാർസ്, അറ്റൻഡൻസ്, അതേപോലെ ഇന്റേണൽ എക്സാമിന്റെ മാർക്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇന്റേണൽ മാർക്സ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ട് അതിന് കിട്ടുന്ന മാർക്സ് ആണ് എക്സ്റ്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷം വരെ ഇന്റേണൽ മാർക്സ് ഔട്ട് ഓഫ് 20 ആയിരുന്നു ആൻഡ് എക്സ്റ്റേണൽ മാർക്സ് ഔട്ട് ഓഫ് 80 ആയിരുന്നു. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 100ലായിരുന്നു എക്സാം വരുന്നത്. എന്നാൽ ആ റേഷ്യോയിലും ഈ വർഷം, അതായത് 4-year ഡിഗ്രി തുടങ്ങിയ സമയത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ വർഷം മുതൽ FY UGP സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്റേണൽ മാർക്സ് ഔട്ട് ഓഫ് 30യും എക്സ്റ്റേണൽ മാർക്സ് ഔട്ട് ഓഫ് 70യും ആയിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് 100 തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്സ്, അതായത് 30 ആണ് ഇന്റേണലും എക്സ്റ്റേണൽ 70 ആണെന്ന് പറഞ്ഞത് മേജർ പേപ്പറിനും അതുപോലെ തന്നെ 2 മൈനർ പേപ്പറിനുമാണ് ആ ഒരു റേഷ്യോയിൽ വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനും ഒക്കെയുള്ള ഇന്റേണലിനും എക്സ്റ്റേണലിനും ഡിഫറൻസ് ഉണ്ട്. ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനും ഇന്റേണൽ മാർക്ക് വരുന്നത് ഔട്ട് ഓഫ് 25 ആണ് ആൻഡ് നിങ്ങളുടെ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 50 ആണ്. അങ്ങനെ ഈ 3 കോഴ്സുകൾക്കും 75ലാണ് ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്. ബികോമിന്റെ മേജർ പേപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ ആയിരിക്കും ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്ന് മറ്റുള്ള മൈനർ കോഴ്സുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ തുടർന്നുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും ഫോളോ ചെയ്യുക. നോട്ട്സും മറ്റുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അതിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇനി പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഡിഗ്രി ഈ വർഷം മുതൽ 4-year ആണോ, 4 year ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് 3 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ 3 year കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തിറങ്ങാം. അതല്ല നിങ്ങൾക്ക് 4th ഇയറിലേക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4th ഇയറിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ 4th year എന്ന് പറയുന്നത് റിസർച്ച് ഓറിയന്റഡ് ആണ്. റിസർച്ച് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ 4-year ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ PG 2 years ആണെന്ന് നമുക്കറിയാം. എന്നാൽ 4-year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് PG വെറും 1 year മാത്രം പഠിച്ചാൽ മതിയാവും. ചുരുക്കി പറഞ്ഞാൽ 4-year ഡിഗ്രീനെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ഈ 4-year ഡിഗ്രി കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഓരോ ഇയറും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതേപോലെ സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3rd ഇയറും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. 4th ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് ഹോണർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ 4th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ PGയിലുള്ള 2 വർഷം എന്നുള്ളത് 1 വർഷമായിട്ട് കുറയുകയും ചെയ്യുന്നു. പിന്നെ പലരുടെയും ആഗ്രഹമാണ് PG ഒക്കെ ഒന്ന് പുറത്തു പോയിട്ട് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പുറത്തു പോയിട്ട് നമ്മൾ PGക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും
നമ്മളടുത്ത് ചോദിക്കുന്നത് 4-year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 4-year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് പല രാജ്യങ്ങളും PG കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാലം നമ്മളെ രാജ്യത്ത് ഓഫർ ചെയ്തുകൊണ്ടിരുന്നത് 3-year ഡിഗ്രി കോഴ്സുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും പുറം രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് PGക്ക് സീറ്റ് കിട്ടാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ 4-year ഡിഗ്രിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒരുപാട് സൊല്യൂഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ 4-year ഡിഗ്രീനെ പറ്റിയിട്ട് നിങ്ങൾ വെറി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. 4-year ഡിഗ്രീനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മേജർ പേപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസിന്റെ വീഡിയോസ് ആയിരിക്കും. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും ഫോളോ ചെയ്യുക. താങ്ക് യു.